സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴ്ഭൂമിയിലും ദൈവമാകുന്നു. യോശുവ 2-14 വാക്യം. ഇസ്രായേലിൻ്റെ 2 ചാരന്മാർ യെരിഹോവിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ അവർ രാജാവിൻ്റെ പടയാളികൾ നിന്ന് മറിച്ചത് രാഹാബായിരുന്നു. യോശുവയുടെ പുസ്തകം 2-4 വാക്യം പഠിക്കാൻ കാണുവാൻ സാധിക്കും. ഒരു ചാരവനിതയായി ദൈവം നിയമിപ്പാൻ സാധ്യതയില്ലാത്ത വ്യക്തിയായിരുന്നു അവൾ. കാരണം അവൾക്കെതിരെ 3 തടസ്സങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവളൊരു കന്യകയായും ഒരു സ്ത്രീയായും ഒരു വേശ്യയും ആയിരുന്നു. എന്നിട്ടും രാഹാബ് ഇസ്രായേലിയുടെ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മിതസ്വർഗത്തിലും താഴ്ഭൂമിയിലും ദൈവമാകുന്നു. 14 വാക്യം. അവൾ ദൈവത്തിൻ്റെ ചാരന്മാരെ തുമ്മേൽക്കൂടെ ചണത്തണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു. അവരെ രക്ഷിപ്പാൻ സഹായിച്ചു. അവൾ വിശ്വാസ ദൈവം പ്രതിഫലം നൽകി. രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ചു. 6-ാം അധ്യായം 25 വാക്യം പഠിക്കാൻ കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യത കുറവാണെന്ന് തോന്നിയേക്കാം. ഒരുപക്ഷെ നമുക്ക് ശാരീരികമായ പരിമിതികളുണ്ടാവാം. നയിക്കാൻ വേണ്ടാത്ത തിളക്കമില്ലാതിരിക്കാം. അല്ലെങ്കിൽ കളങ്കപ്പെട്ട ഭൂതകാലം ഉണ്ടായിരിക്കാം. എന്നാൽ ചരിത്രത്തിൽ നിറയുന്നത് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രത്യേകതകളില്ലാത്ത വിശ്വാസികൾ, അവൻ്റെ രാജ്യത്തിനായി പ്രത്യേക ദൗത്യം ഏൽപ്പിക്കപ്പെട്ട രാഹാബിനെ പോലെയുള്ള ആളുകളാണ്. ഉറപ്പുണ്ടായിരിക്കുക, നമ്മളൊട്ടും സാധ്യമില്ലാത്തവരെക്കുറിച്ച് പോലും ദൈവിക ഉപദേശങ്ങൾ അവനുണ്ട്. ഏതു വിധത്തിലാണ് നിങ്ങൾ പിന്നരയിലാണ് എന്ന് തോന്നുന്നത്? ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൗത്യം എന്തായിരിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്ന ദൗത്യത്തിനായുള്ള അങ്ങയുടെ വിളിക്കായി ഒരുങ്ങുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.